ദശമഹാവിദ്യയുടെ മൂന്നാമത്തെ ദേവതയായ ത്രിപുരസുന്ദരി അല്ലെങ്കിൽ മഹാഷോഡശി എന്ന ദേവതയുടെ മന്ത്രവും പ്രയോഗങ്ങളുമാണ്. ത്രിപുരസുന്ദരി, ലളിത, ഷോഡശി, കാമാക്ഷി, രാജരാജേശ്വരി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ശാക്തേയ പാരമ്പര്യത്തിലെ ഏറ്റവും ആദരിക്കുന്ന, അതുപോലെ മൂന്നാമത്തെ ദശമഹാവിദ്യയിലെ ദേവതയായിട്ട് കണക്കാക്കുന്ന ദേവിയാണ് ത്രിപുരസുന്ദരി. അതുപോലെ ശാക്തേയ ഗ്രന്ഥങ്ങളുടെ കേന്ദ്രമായ നമ്മുടെ ലളിതാ സഹസ്രനാമത്തിലും സൗന്ദര്യലഹരിയിലും ഒക്കെ പരക്കെ ഈ ദേവതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഷോഡശി അല്ലെങ്കിൽ ത്രിപുരസുന്ദരി മന്ത്രം. ദക്ഷിണാമൂർത്തി ഋഷി പങ്ക്തിച്ഛന്ദ ശ്രീമത് ത്രിപുരസുന്ദരീ ദേവത ധ്യാനം. ബാലാർക്കായുധ തേജസാം ത്രിനയനാം രക്താംബരോല്ലാസിനീം നാനാലങ്കൃത രാജമാനവപുഷം ബാലോടുരാക്ഷേകരാൻ ഹസ്തൈർക്ഷുധനു സൃണൻ സുമശരം പാശം മുദാം ബിഭ്രതീം ശ്രീശക്വസ്ഥിത സുന്ദരീം ത്രിജഗതാമാധാരഭൂതാം സ്മരേത്. മന്ത്രമാണ് ഓം ശ്രീം ഹ്രീം ക്ലീം ഐം സൗ. ഓം ഹ്രീം ശ്രീം ക എ ഇ ല ഹ്രീം ഹ സ ക ഹ ല ഹ്രീം സ ക ല ഹ്രീം സൗ ഐം ക്ലീം ഹ്രീം ശ്രീം. ഇതാണ് മഹാഷോഡശി മന്ത്രം എന്നും അറിയപ്പെടുന്ന മഹാമന്ത്രം. ഗുരുവിൽ നിന്ന്, ഉത്തമനായ ഗുരുവിൽ നിന്ന് വാങ്ങി മാത്രമേ ഇതിന്റെ ഉച്ചാരണങ്ങളും ഇതിന്റെ മന്ത്രവും പഠിക്കാൻ സാധിക്കുകയുള്ളൂ. കരവീര്യേർജ പുഷ്പ ഹോമാൻ മോഹേർ ജഗത് ചന്ദ്രകുങ്കുമ കസ്തൂരി ഹോമാത് കാമാതികോ ഭവേത്. അതായത് കരവീരം അല്ലെങ്കിൽ അരളിപ്പൂവോ ചെമ്പരത്തിപ്പൂവോ ഹോമിച്ചാൽ ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുവാൻ കഴിയും. പച്ചക്കർപ്പൂരമോ കുങ്കുമമോ കസ്തൂരിയോ ഹോമിച്ചാൽ അഭീഷ്ടങ്ങളെല്ലാം വിചാരിച്ചതിലും ഫലമായി ലഭിക്കും.